കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷമായി നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ കർത്താവ് നൽകി തന്ന ഭാഗ്യപദവികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു തിരുവെഴുത്ത് വായിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യവും 18-ാം അധ്യായം 14-ാമത്തെ വേദഭാഗം. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. രണ്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഈ രണ്ടു തിരുവെഴുത്തും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, നമ്മുടെ അസാധ്യതകളെ ദൈവം സാധ്യമാക്കി തരും. കാരണം എന്താ? 17-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. അതെ, നമ്മുടെ അസാധ്യതകളുടെ മേൽ എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാകയാൽ നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന നല്ലൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്കിന്ന് പകൽ വിശ്വസിക്കാൻ കഴിയും, നിങ്ങളുടെ അസാധ്യതകളുടെ മേൽ എൻ്റെ ദൈവം അതിനെ സാധ്യമാക്കി തരുന്ന ആ ഒരു സുദിനമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ അസാധ്യതകളുടെ മേൽ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം, ആ ദൈവമാണ് സർവശക്തിയുള്ള ദൈവമെന്ന് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നു. അബ്രഹാമിനെ താൻ വിളിച്ചിറക്കുമ്പോൾ തന്നോട് തൻ്റെ പിതൃഭവനവും ചാർച്ചക്കാരെയും ഒക്കെ പുറപ്പെട്ട് കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെടാൻ ദൈവം പറയുമ്പോൾ, അബ്രഹാമിൻ്റെ ഭാര്യ മച്ചിയായിരുന്നു. അബ്രഹാമിന് തലമുറകൾ ഉണ്ടായിരുന്നില്ല. അബ്രഹാം പുറപ്പെടുമ്പോൾ 75 വയസ്സായിരുന്നു. പുറപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ 99 വയസ്സ്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതെ, ദൈവത്തെ കണ്ടിറങ്ങി പുറപ്പെട്ടിട്ടും നാളിതുവരെയും ദൈവിക വാഗ്ദത്തങ്ങൾ പലതും കാതിൽ കേട്ടിട്ടും അതിൻ്റെ നിവൃത്തി കാണാൻ കഴിയാതെ ഇന്നും വേദനയോടെ ഭാരത്തോടെ എന്നെ കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ കൈമാറാം. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ച ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നിങ്ങളോട് പറയുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ മേൽ നിവർത്തീകരിപ്പാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതെ, അബ്രഹാമിന് 90 വയസ്സായിരുന്നു. 99 വയസ്സ്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഇന്ന് പകൽ നിങ്ങളോട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അസാധ്യതകളെ ദൈവം സാധ്യമാക്കി തരും. യഹോവ അബ്രഹാമിനോട് പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി, പ്രായമുള്ളവനായി മാറി. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. ആ വൃദ്ധനായി ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരത്തിൻ്റെ നിർജീവമായി പോയതും തനിക്ക് സന്തതി ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടുമില്ലാത്ത സന്ദർഭത്തിലാണ് ദൈവം പറയുന്നത്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ?
റോമാലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വേദഭാഗം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ താൻ ക്ഷീണിച്ചില്ല. അതെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ, ദൈവമൊരുക്കിയ വിടുതല് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയായതിൻ്റെ കാരണം തൻ്റെ ഉള്ളിൽ തന്നെ വിളിച്ച ദൈവത്തിലുള്ള വിശ്വാസം ആണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിങ്ങൾ ആഴമായി വിശ്വസിക്കാൻ തയ്യാറായാൽ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വാക്കുമാറുന്ന ദൈവമല്ല. ആ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ അസാധ്യതകൾ, ഇല്ലെങ്കിൽ നമ്മുടെ അസാധ്യതകൾ ദൈവം സാധ്യമാക്കി തരും. അതെ, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ആഴത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്. ഞാൻ അവരോട് പറയാം, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. അതെ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹം കഴിഞ്ഞിട്ടും ഇന്നുവരെയും ജീവിതത്തിൽ തലമുറയില്ലാതെ കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് തലമുറയെ തരാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അതെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനാണ് സർവശക്തിയുള്ള ദൈവം. ആ ദൈവത്തിൽ ആരാണോ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയും? അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണാൻ ഇടയാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് ഇന്ന് പകലിൽ നോക്കാൻ കഴിയുമോ? നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ, പൂർണ്ണ നിവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിക്കാൻ കഴിയുമോ? പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ അസാധ്യതകൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ. ഏതൊക്കെ മേഖലകളിൽ അസാധ്യതയോടെ നിൽക്കുന്നവരുണ്ടോ, ഈ പകലിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു, അസാധ്യതകൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾക്ക് വേണ്ടി കരയുന്ന പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ തലമുറകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതലുകൾ പ്രാപിക്കട്ടെ. കർത്താവെ, ഈ യൂട്യൂബ് ചാനലിലൂടെ ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കേൾക്കപ്പെട്ട തിരുവെഴുത്ത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ തിരുവെഴുത്തുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.